ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ പുഡിംഗ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണിത്. ഓറിയോ പുഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 ഗ്ലാസ് പാൽ, വിപ്പിംഗ് പൗഡർ, ജലാറ്റിൻ, ഓറിയോ ബിസ്ക്കറ്റ്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലെ ക്രീം മാറ്റി വയ്ക്കുക. ക്രീമിനെ കൊണ്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല. ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചാണ്. ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് പൗഡർ ഇടുക. അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ചായി പാലൊഴിച്ച് കൊടുക്കണം. കുറച്ചായി ഒഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഒരുമിച്ച് പാലൊഴിച്ച് കൊടുത്താൽ നമ്മുടെ ക്രീം ലൂസായിട്ട് വരും. നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചായി പാലൊഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്യണം. നമ്മുടെ ക്രീം റെഡി ആയിരിക്കുന്നു. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജലാറ്റിൻ തയ്യാറാക്കി വെക്കാം. ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് പകുതിയോളം ജലാറ്റിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ജലാറ്റിന് പകരം ചൈന ഗ്രാസും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ, വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, ചൂടാക്കിയ പാൽ, ക്രീം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്. നമ്മളിത് 4 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ജലാറ്റിനും ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ജലാറ്റിൻ ഉപയോഗിക്കുന്നത് പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. 4 ലെയറായിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മളെ ക്രീം കൊണ്ട് ചെയ്തെടുക്കാം. നമ്മളെ ഫസ്റ്റ് ലെയർ തയ്യാറായിരിക്കുന്നു. അടുത്ത് സെക്കൻഡ് ലെയർ തയ്യാറാക്കണം. ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റ് പാലിൽ മുക്കിയെടുത്ത് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുക. നമ്മളെ സെക്കൻഡ് ലെയറും തയ്യാറായിരിക്കുന്നു. തേർഡ് ലെയർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്രീം ഉപയോഗിച്ച് ബിസ്ക്കറ്റിൻ്റെ മുകളിലായി ചെയ്തു കൊടുക്കും. നമ്മളെ 3 ലെയറും തയ്യാറായിരിക്കുന്നു. അടുത്ത ലെയർ ഞാനിവിടെ ചെയ്യുന്നത് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് കൊണ്ട് ക്രീമിൻ്റെ മുകളിൽ മൊത്തം കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതിന് പകരം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ മൊത്തം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ്.